നിലമ്പൂരിൽ കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ നിർണായകമായ ഒരു മത്സരമാണ്. 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ഒരു ഉപതെരഞ്ഞെടുപ്പും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം. പക്ഷെ ചേലക്കരയിൽ അത് അല്പസ്വല്പം ഉണ്ടായി. കാരണം രാധാകൃഷ്ണൻ നേടിയ വോട്ടിൻ്റെ പകുതി പോലും ഈ ഇക്കുറി ജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരാണ്. നിലമ്പൂര് ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം PV അൻവർ CPM സ്വതന്ത്രനായി മത്സരിച്ചു 2 തവണ, 2016 2021. അങ്ങനെ PV അൻവർ സമീപ സമയത്താണ് CPMനെയും പിണറായി വിജയനെയും പോലീസ് തലപ്പത്തിരുന്ന ADGP അജിത് കുമാറിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. ഒടുവിൽ MLA സ്ഥാനവും രാജിവെച്ചു. അൻവർ UDFനോടൊപ്പം അടുക്കുകയും ചെയ്തു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ UDFന്റെ വിജയം ഉണ്ടായാൽ അത് PV അൻവറിന്റെ വിജയമായിരിക്കും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാരണം അവര് മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു. സംസ്ഥാന സർക്കാർ കടക്കിണിയിലല്ല, ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമ്മായിയപ്പനും മരുമകനും കൂടി ഫ്ലെക്സുകളിൽ നിറയുന്നു, റീൽസിൽ നിറയുന്നു. അങ്ങനെ അവരുടെ 2 പേരുടേത് മാത്രമായി കേരളം മാറുന്നു. ഇനിയും 2026 ഞങ്ങൾ എടുക്കും എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മായിയപ്പന്റെയും മരുമകന്റെയും ആ ആഗ്രഹങ്ങൾ മുഴുവൻ നിലമ്പൂരിൽ തടയിടും എന്നുള്ള രീതിയിലാണ് PV അൻവർ രംഗത്ത് നിൽക്കുന്നത്. അൻവർ വിജയിച്ചു കഴിഞ്ഞാൽ അത് UDFന് 2026 ഒരു പച്ചക്കൊടിയായിരിക്കും. അൻവർ മത്സരിക്കുന്നില്ല. അൻവർ അവിടെ ജോയിയെ മുന്നോട്ട് നിർത്തുന്നു. അല്ലെങ്കിൽ UDF പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കട്ടെ എന്ന് പറയുന്നു. ആരായാലും UDFന്റെ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ അവസരത്തില് കോൺഗ്രസ്സുകാരനായ പ്രൊഫസർ G ബാലചന്ദ്രൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ നിലമ്പൂരിൽ ഉറപ്പിച്ചു UDF എന്നാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജൂൺ 19. ഫലം ജൂൺ 23. നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഒരു കാലത്ത് നിലമ്പൂർ എന്ന് കേട്ടാൽ ആദ്യ ഓർമ്മ വരിക ആര്യാടൻ മുഹമ്മദിനെയാണ്. അത് ഒരു കാലത്തൊന്നല്ല, ഇപ്പോഴും നിലമ്പൂർ സമം ആര്യാടൻ മുഹമ്മദ് എന്നാണ് ഓർമ്മയിൽ വരിക. 1987 മുതൽ തുടർച്ചയായി 6 തവണയാണ് ആര്യാടൻ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചത്. ഇപ്പോൾ കാലവർഷക്കെടുതി തുടങ്ങിയ സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ചാലിയാർ രൗദ്രഭാവത്തോടെ വീണ്ടും കുത്തിയൊഴുകിയാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാവും. 2018 മഹാപ്രളയത്തിന് ശേഷം കേരളം ഇപ്പോഴും മുക്തമായിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളോടുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ്. ഇടത് സർക്കാരിന്റെ പോലീസ് നയത്തിൽ പ്രതിഷേധിച്ച് പിണറായിയുടെ ആരാധകനായ അൻവർ രാജിവെച്ചതാണ് തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളെല്ലാം പ്രസക്തമായിരുന്നു. അഴിമതി, സ്വജനപക്ഷപാതം, പാർലമെന്ററി വ്യാമോഹം, പാർട്ടി രാജ്, ഗുണ്ടായിസം, കോർപ്പറേറ്റ് ചങ്ങാത്തം എന്നിവയിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ല എന്ന് പിണറായി സർക്കാർ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് മരുന്നോ വാക്സിനോ പോലും ഇല്ലാത്ത ആശുപത്രികളും
അഴിമതി നടമാടുന്ന സിവിൽ സർവീസും ക്രമസമാധാനത്തിന്റെ അന്ധകരാവുന്ന പോലീസും പിണറായിക്ക് ജയ ജയ പാടുന്ന കുറെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് കേരളത്തിന്റെ ഭരണകൂടം. ഇതിനെതിരായുള്ള ജനവിധി തന്നെയാവും നിലമ്പൂരിൽ നിന്നുണ്ടാവുക. മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ നിലമ്പൂരിൽ മതസാമുദായിക സമവാക്യങ്ങളെക്കാൾ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് UDF ഗുണം ചെയ്യുക. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തകർത്തെറിഞ്ഞ ഇടത് സർക്കാരിനെതിരെ നിലമ്പൂർ നൽകാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. UDF ഉയർത്തുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. കേന്ദ്ര പദ്ധതികളെല്ലാം സ്വന്തം പേരിൽ എഴുതി റീൽസും ഫ്ലെക്സും വെച്ച് നടന്ന പിണറായി ഭക്തർ ഇന്ന് തലയിൽ മുണ്ടിട്ടാണ് നടക്കുന്നത്. ഇവിടെ പ്രൊഫസർ ബാലചന്ദ്രൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ഈ പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറയാൻ ഒരു കാലത്ത് കോൺഗ്രസ് മടിച്ചു നിന്നു. അതായത് കോവിഡ് കാലത്ത് പലതരത്തിലുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ പിണറായി വിജയൻ തൻ്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ഇത് പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ റോഡിന്റെ കാര്യത്തിൽ വന്നപ്പോൾ, നാഷണൽ ഹൈവേയുടെ കാര്യത്തിനകത്ത് ഇവിടെ പ്രൊഫസർ ബാലചന്ദ്രൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ളത്. അപ്പോൾ കേന്ദ്ര പദ്ധതികളാണ് എന്നുള്ള വിവരം പ്രൊഫസർ ബാലചന്ദ്രൻ മാത്രമല്ല മറ്റു കോൺഗ്രസ്സുകാരും പൊതുവേദികളിൽ തുറന്നു പറയണം. ഈ പദ്ധതി എന്നല്ല പല പദ്ധതികളുമുണ്ട്, അത് അക്കമിട്ട് പറയണം. നിങ്ങളപ്പോൾ BJPക്കാരാവുകയല്ല ചെയ്യുന്നത്, നിങ്ങളപ്പോൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ അമ്മായിയപ്പനെയും മരുമകനെയും നിങ്ങൾക്ക് തൊലി ഉരിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ദേശീയപാതയിലൂടെ വഴി നടക്കാൻ ഇന്ന് പലരും ഭയപ്പെടുന്നു. ഇപ്പോൾ ആർക്കും അതിന്റെ ക്രെഡിറ്റ് വേണ്ട. 4ാം വാർഷികത്തിൽ തന്നെ പിണറായി സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. അതിനുള്ള കേളികൊട്ട് നിലമ്പൂരിൽ നിന്ന് ഉയരും എന്നാണ് പ്രൊഫസർ G. ബാലചന്ദ്രൻ എഴുതിയിരിക്കുന്നത്. അത് കൃത്യമാണ്. നിലമ്പൂരില് 2021 തന്നെ ഏതാണ്ടൊരു 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് PV അൻവർ വിജയിച്ചത്. ഇപ്പോൾ PV അൻവറിന് അനുകൂലമായ ഒരു തരംഗം നിലമ്പൂരിൽ ഉണ്ട്. അതുകൂടാതെ പിണറായി വിരുദ്ധ തരംഗവുമുണ്ട്. ഒരു ഭരണവിരുദ്ധ തരംഗവും കേരളം മുഴുവൻ നിൽപ്പുണ്ട്. അത് നിലമ്പൂരിലുമുണ്ട്. ആ ഒരു വിരുദ്ധ തരംഗം അവിടെ മുതലാക്കുന്നതിലാണ് ഇനി UDF വിജയം. അതിന് വേണ്ടത് PV അൻവറിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് നന്നായി പൊരുതണം. അങ്ങനെ പൊരുതിയാൽ നിലമ്പൂരിൽ വിജയമുണ്ടാകും. ആ വിജയത്തിന്റെ യാത്ര നിങ്ങൾക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും പ്രൊഫസർ G. ബാലചന്ദ്രന്റെ ഈ പോസ്റ്റ് ഗംഭീരമായിട്ടുണ്ട്. ഇത് തന്നെയാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതും അനുസരിക്കേണ്ടതും.